ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ ഇഡിക്ക് മൊഴി നൽകി തന്ത്രി കണ്ഠരര് രാജീവര്. സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ബോർഡ് അധികൃതരും ഉദ്യോഗസ്ഥരുമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറായിട്ട് സന്നിധാനത്തേക്ക് എത്തിച്ചത് താനല്ലെന്നും തന്ത്രി മൊഴി നൽകിയിട്ടുണ്ട്. 24 ബ്രേക്കിംഗ്. വിപിൻ സി വിജയൻ വാർത്തയുടെ വിവരങ്ങൾ മറ്റുന്നു. വിപിൻ, ഗുഡ് മോർണിംഗ്. അപ്പോ ഇഡിക്ക് തന്ത്രിയുടെ മൊഴി എങ്ങനെയൊക്കെയാണ്? തന്ത്രി ഏതെങ്കിലും തരത്തിൽ കുറ്റം ചെയ്തതായി തെളിവില്ല എന്ന കൃത്യമായി എഴുതി വെച്ചുകൊണ്ടാണ് കോടതി തന്ത്രിക്ക് അന്ന് ജാമ്യം നൽകിയത്. വിപിൻ. ഗുഡ് മോർണിംഗ് ആഷ്മി, ക്രിസ്റ്റീന. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെയാണ് തന്ത്രി കണ്ഠരര് രാജീവരെ ഈ കൊച്ചിയിലെ ആസ്ഥാനത്തേക്ക്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. 6 മണിക്കൂറോളം ഈ ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നു. ഈ ചോദ്യം ചെയ്യലിന് ശേഷമുണ്ടായിട്ടുള്ള മൊഴികളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിലേറ്റവും പ്രധാനം ഈ ദേവസ്വം ബോർഡിനെതിരെ തന്ത്രി മൊഴി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മൊഴിയിൽ പറയുന്നത് ഭരണപരമായിട്ടുള്ള ഒരു കാര്യങ്ങളിലും താൻ ഇടപെട്ടിട്ടില്ല. അങ്ങനെ സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഈ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ബോർഡ് അധികൃതരും മാത്രമാണ്. താൻ ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ വിധി പറയുക എന്നുള്ളതാണ് തന്റെ കർത്തവ്യം. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. മറ്റ് ഭരണപരമായിട്ടുള്ള ഒരു കാര്യങ്ങളിലും ഇടപെട്ടിട്ടില്ല. അതിൽ വിധി പറയാൻ താൻ ആളുമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഉണ്ടായിരുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറായി ശബരിമലയിലേക്ക് എത്തിച്ചത് തന്ത്രിയാണ് എന്നുള്ളതായിരുന്നു. ഇതും അദ്ദേഹം നിരാകരിക്കുന്നുണ്ട്. കാരണം അത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് താനല്ല എന്നുള്ളതാണ്. ഈ മൊഴികളെല്ലാം തന്നെ ഇപ്പോൾ ഇഡി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണ്ടി വന്നാൽ വീണ്ടും വിളിച്ചു വരുത്തും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആദ്യം മുതൽ തന്നെ തന്ത്രി പറയുന്നത് പോലെ, അല്ലെങ്കിൽ കോടതിയിൽ വാദിച്ച പോലെ തന്നെ ഇതിൽ യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല, ആചാരപരമായ കാര്യങ്ങൾക്കപ്പുറം ഒരു കാര്യങ്ങളിലും താൻ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് ഇഡിക്ക് മുൻപിലും ആവർത്തിച്ചിരിക്കുകയാണ്. അത് കൂടുതലായും ഇഡി പരിശോധിച്ചു വരികയാണ്. പ്രധാനമായും ഈ കേസിൽ 3 കാര്യങ്ങൾ ഇഡി പരിശോധിക്കുന്നു. അത് ഈ ഒരു കാലയളവിൽ, അതായത് 2019 മുതൽ 2025 വരെയുള്ള കാലയളവിൽ ഉണ്ടായിട്ടുള്ള ഒരു കള്ളപ്പണ ഇടപാട് ഏതെങ്കിലും തലത്തിൽ ഉണ്ടായിട്ടുണ്ടോ, ഇതിൽ പ്രതി ചേർക്കപ്പെട്ടവരുടെയൊക്കെ തന്നെ സ്വത്ത് വിവരങ്ങൾ അത് എത്രത്തോളം മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്, അത് എങ്ങനെയായിരുന്നു ആ സ്വത്തുക്കളൊക്കെ നേടാൻ കഴിഞ്ഞത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായും, ഒപ്പം തന്നെ ഈ സ്വർണ്ണക്കൊള്ളയിൽ ഈ സ്വർണം എവിടെയൊക്കെ പോയി, ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായും പരിശോധിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടും തന്ത്രിയെയും ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ദേവസ്വം ബോർഡിനെതിരെയാണ് അതിൽ ഇഡിക്ക് മുമ്പിൽ തന്ത്രിയുടെ മൊഴി. തന്ത്രിക്കതിൽ ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളതായി തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് കൃത്യമായി ഹൈക്കോടതി അന്ന് പറഞ്ഞിരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.